ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള പ്ലം കേക്ക് എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ വളരെ എളുപ്പമാണ് ഇത് തയ്യാറാക്കാനായിട്ട്. അതേപോലെ തന്നെ നല്ല ടേസ്റ്റാണ്. ശരിക്കും നമ്മൾ പുറത്തു നിന്നൊക്കെ മേടിച്ച് കഴിക്കുന്ന ഒരു പ്ലം കേക്കിൻ്റെ ടേസ്റ്റ് തന്നെയാണ് ഇതിനുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സുകളൊന്ന് കുതിർത്തിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്, പിന്നെ കറുത്ത മുന്തിരി അല്ലാത്ത വെള്ളമുന്തിരി കുറച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് കൂട്ടിയും കുറച്ചിട്ട് എടുക്കാം. ഇതിലേക്ക് ഞാൻ ഓറഞ്ച് ജ്യൂസാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇത് മുങ്ങുന്ന അത്രയും ഓറഞ്ച് ജ്യൂസ് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഓറഞ്ച് ജ്യൂസ് ഒട്ടും വെള്ളം ചേർക്കാതെ അടിച്ചെടുത്തിട്ടുള്ള ഓറഞ്ച് ജ്യൂസ് ആയിരിക്കണം. അപ്പോൾ ഞാനിവിടെ രാവിലെ ആണിത് കുതിർക്കാനായിട്ട് വെക്കുന്നത്, എന്നിട്ട് വൈകിട്ടാണ് കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തലേദിവസം ഇത് കുതിർക്കാനായിട്ട് വെക്കാം, എന്നിട്ട് പിറ്റേ ദിവസം കേക്ക് ഉണ്ടാക്കാം. അങ്ങനെയായാലും കുഴപ്പമില്ല. അപ്പോൾ ഞാനിവിടെ വൈകിട്ട് എടുത്ത് നോക്കുമ്പോൾ ഇത് ഒരു ഇതൊക്കെ നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ ബാക്കിയുള്ള ആ ജ്യൂസൊക്കെ ഒന്ന് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്കിത് കൈകൊണ്ട് ഒന്ന് ചെറുതായി ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് പിഴിഞ്ഞ് കൊടുക്കാം. ഒരുപാട് നന്നായി പ്രസ് ചെയ്യേണ്ട, ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്താൽ മതി. അങ്ങനെ പിഴിഞ്ഞെടുക്കാം. ഇപ്പോൾ ബാക്കി കിട്ടുന്ന ഈ ജ്യൂസ് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇത് ലാസ്റ്റിലേക്ക് നമുക്ക് ആവശ്യമുണ്ട്. ഇനി ഈ ഡ്രൈ ഫ്രൂട്ട്സുകൾ നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല കട്ടിയായിട്ടുള്ള ഒരു പാത്രം എടുക്കുക. അതിലേക്ക് ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇതൊന്ന് ഉരുക്കിയെടുക്കാം. ഇതൊന്ന് ഉരുക്കി വന്ന് തുടങ്ങുമ്പോൾ പിന്നെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇത് ഉരുക്കിയെടുക്കണം. അല്ലെങ്കിൽ ഇതിൻ്റെ കളർ പെട്ടെന്ന് മാറിപ്പോവും. കളർ ഒരുപാട് മാറിപ്പോയി കഴിഞ്ഞാൽ ഇതിന് കേക്കിനൊരു കയ്പ്പ് രസം വരും. ഇപ്പോൾ ഇതാ ഇവിടെ പഞ്ചസാരയൊക്കെ നന്നായി ഉരുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ തിളച്ച വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് കട്ടി പോലെ തോന്നും. അത് കുഴപ്പമില്ല, നമ്മൾ തീ കുറച്ച് വെച്ച് തന്നെ നന്നായി ഇളക്കി കൊടുക്കുക. അപ്പോൾ അത് കറക്റ്റായിട്ട് വന്നോളും. അപ്പോൾ നന്നായി ഇത് മിക്സൊക്കെ ആയി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മിക്സിയുടെ ചെറിയ ജാർ എടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 5 ഗ്രാമ്പു, 5 ഏലക്ക, ഒരു ചെറിയ കഷ്ണം പട്ട ഇതേപോലെ നന്നായി ചെറുതാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോഴാണ് നന്നായി പൊടിഞ്ഞ് കിട്ടുള്ളൂ. പിന്നെ നമുക്ക് ജാതിക്കയുടെ കുരു, അതിൻ്റെ ഒരു പകുതി പീസോളം ഇതുപോലെ ചെറുതാക്കി ഒന്ന് അമ്മിയും ഒന്ന് കുത്തിയാൽ മതിയാകും. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ചെറുതായി ഒന്ന് പൊടിഞ്ഞ് വരും, അതിട്ട് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ കഷ്ണം ചുക്ക് ഒന്ന് കത്തിക്കൊണ്ട് ചുരണ്ടിയിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചുരണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടി നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നന്നായി പൊടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ അരിച്ചെടുക്കുമ്പോൾ ഇതേപോലെ കാണുന്ന ആ ഏലക്കയുടെ തൊലിയുടെ ചെറിയ ഭാഗങ്ങളും പട്ടയുടെ ഭാഗങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് മാറ്റാം. അതൊന്നും ഇതിലേക്ക് ആവശ്യമില്ല. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാം. അപ്പോൾ 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം ഒരു അരിപ്പയിലേക്ക്. പിന്നെ നമുക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൽ ബേക്കിംഗ് സോഡ ചേർക്കുന്നില്ല. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായി ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഒരു 3 വട്ടെങ്കിലും നന്നായി അരിച്ചെടുക്കുക. അപ്പോഴാണ് ഇതെല്ലാം കൂടി നന്നായി മിക്സായി കിട്ടുള്ളൂ. ഇപ്പം 3 വട്ടം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഞാനിവിടെ ഒരു ബൗളിൽ 3 മുട്ടയുടെ വെള്ളം എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ കുറച്ച് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാര അതിൻ്റെ പകുതിയോളം ഈ മുട്ടയുടെ വെള്ളയിലിട്ടിട്ട് നന്നായി ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അത് പകുതി ഭാഗം കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല ഫ്ലഫി ആയിട്ട് വേണം നമുക്ക് ഈ മുട്ടയുടെ വെള്ളം കിട്ടാനായിട്ട്. ഇപ്പോൾ ഇവിടെ മുട്ടയുടെ വെള്ളം നന്നായി പതഞ്ഞ് പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ എത്ര മതിയാവും. നമുക്കിനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മുട്ടയുടെ മഞ്ഞ നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഇവിടെ ഞങ്ങളുടെ ഒരുപാട് നേരം ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കിതൊക്കെ തന്നെ നന്നായി ഒന്ന് മിക്സായി വരണ വരെ ബീറ്റ് ചെയ്തെടുത്താൽ മതിയാവും. ഇപ്പോൾ മുട്ടയുടെ മഞ്ഞയും എസൻസും കൂടിയിട്ട് നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാരയുടെ പകുതിയോളം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് ഇതിലേക്ക് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബീറ്ററിൻ്റെ സ്പീഡൊന്നും കൂട്ടേണ്ട ആവശ്യമില്ല. ഒരു ഫസ്റ്റിൽ സെക്കൻഡിലൊക്കെ ഇട്ടിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കിട്ടണം, അത്രേ ഉള്ളൂ.
ഇപ്പോൾ ഇതിവിടെ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി നേരത്തെ നമ്മൾ കാരമലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള സിറപ്പ് ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ സിറപ്പ് നന്നായി ചൂടാറിയിട്ടുണ്ടാവണം. ചൂടോടുകൂടി ഇതിലേക്ക് ഒഴിക്കരുത്. അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിവിടെ എല്ലാം നല്ല മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഓയിലാണ്. അപ്പോൾ ഞാനിവിടെ 3/4 കപ്പ് ഓയിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് ഫസ്റ്റ് സ്പീഡിലിടാനായിട്ട് പാടുള്ളൂ. ഒരുപാട് നേരം ഇട്ട് ബീറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ തന്നെ നന്നായി ഒന്ന് മിക്സായി വന്നാൽ മതിയാവും. കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ എല്ലാം നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല, അത് മാറ്റി വയ്ക്കാം. നമുക്കിതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് അത് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരുപാട് ഇട്ട് കുത്തി ഇളക്കാനായിട്ട് പാടില്ല. നമ്മൾ ഒരേ വശത്തേക്ക് തന്നെ ഇതേപോലെയാണ് നമ്മൾ മിക്സ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ മെല്ലെ മെല്ലെ കട്ട കെട്ടാതെ ഇതേപോലെ ഒരേ വശത്തേക്കായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതിവിടെ നന്നായിട്ട് കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള നന്നായി ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയുടെ വെള്ള അത് ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ഇതേപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നേരത്തെ പോലെ തന്നെ ഒരേ വശത്തേക്കാക്കി തന്നെ മിക്സ് ചെയ്യുക. ഒരുപാട് ഇട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കരുത്. നന്നായി ബലം പിടിച്ചിട്ട് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. മെല്ലെ സാവധാനത്തിൽ ചെയ്താൽ മതിയാവും. ഇത് നമ്മൾ ഒരുപാട് നേരം ഇട്ട് ഇളക്കി കഴിഞ്ഞാൽ നമ്മളെ കേക്ക് കുഴിഞ്ഞു പോകാനായിട്ട് ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് മെല്ലെ മെല്ലെ ഇതേപോലെ ഒരേ വശത്തേക്ക് ആക്കിയിട്ട് ഇളക്കി കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ മുട്ടയുടെ വെള്ളമൊക്കെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കണം. അതിന് മുന്നായിട്ട് ഞാനിതിലേക്ക് കുറച്ച് നട്ട്സ്, അതായത് കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് ബദാമും ഒന്ന് ചതച്ചെടുത്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ച് ഇട്ട് കൊടുക്കാം. ഇതും കൂടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് കേക്കിൻ്റെ ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഇതൊക്കെ കൂടി താഴ്ന്നു പോയിട്ട് അടിയിൽ വന്ന് കിടക്കും കേക്കിൻ്റെ. അപ്പോൾ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൈദ ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ശരിക്കും അവിടെ കേക്കിൻ്റെ അവിടെ ഇവിടേക്കായി തന്നെ ഈ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സൊക്കെ കിടക്കും. ഇനി ഇതിൻ്റെ പകുതിയോളം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരുപാട് കുത്തിയിളക്കണ്ട, നമുക്ക് മെല്ലെ മെല്ലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. ഇനി നമുക്ക് ബാക്കി പകുതിയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഒപ്പം നമുക്ക് ഓറഞ്ചിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്തത് ഒരു 1/2 ടീസ്പൂണും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ വളരെ കുറച്ച് മതി ഇത്. പിന്നെ അതുപോലെ തന്നെ ഈ ഓറഞ്ചിൻ്റെ ഉള്ളിലുള്ള വെള്ള ഭാഗം ഇതിലേക്ക് വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിനൊരു കയ്പ്പ് രസം വരും. അപ്പോൾ ആ പുറത്തത്തെ തൊലി മാത്രം ചെറുതായി ഒന്ന് ചുരണ്ടിയിട്ട് ഇട്ട് കൊടുത്താൽ മതിയാവും. ഇപ്പോൾ ഇവിടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കേക്ക് ടിന്നിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിവിടെ കേക്ക് ടിന്നിൽ കുറച്ച് ഓയിൽ പുരട്ടി കൊടുത്തിട്ട് പിന്നെ ബട്ടർ പേപ്പർ സൈഡിലും നടുക്കിലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ബാറ്റർ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് നന്നായി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ആ ബബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി ഞാൻ ഇതിൻ്റെ മേലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇങ്ങനെ നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഓവനിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിവിടെ 150 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ച ഓവനിലേക്ക് ഈ കേക്ക് ടിന്ന് വെച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് 160 ഡിഗ്രിയിൽ 1 മണിക്കൂറാണ് നമ്മളിത് ബേക്ക് ചെയ്തെടുക്കേണ്ട സമയം. ഇപ്പോൾ ഇവിടെ 45 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓവനിലേക്ക് നോക്കുമ്പോൾ കാണാം കേക്ക് പൊന്തി വന്നിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് കൂടിയും കഴിയണം. അതിനുശേഷം നമുക്ക് ഇതെടുക്കാം. ഇപ്പോൾ ഇവിടെ കറക്റ്റ് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് കേക്ക് ഞാൻ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ കേക്കൊക്കെ നന്നായി സെറ്റായി തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കണം. അപ്പോൾ നന്നായി ചൂടാറി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇത് കട്ട് ചെയ്യാനൊക്കെ പാടുള്ളൂ. എന്നാലാണ് നമുക്ക് നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടുള്ളൂ. ഇപ്പോൾ ഇതിവിടെ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഒരു ഓറഞ്ച് ജ്യൂസ് ഉണ്ടല്ലോ, നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ സോക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അത് പിഴിഞ്ഞെടുത്തിട്ടുള്ള ആ ജ്യൂസ്, അത് നമ്മൾ ഇതിൻ്റെ മേലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് മേലെയും താഴെയും സൈഡിലൊക്കെ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ മേലെ മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കേക്കിനൊന്നും കൂടി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് 2 ദിവസം ബട്ടർ പേപ്പറിലൊക്കെ പൊതിഞ്ഞ് വെച്ചിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ കേക്കിന് ഉണ്ടാവുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ദിവസമെങ്കിലും ബട്ടർ പേപ്പറിൽ പൊതിഞ്ഞ് വെക്കാനായിട്ട് നോക്കുക. ഞാനിവിടെ 1 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ കേക്ക് എടുക്കുന്നത്. ഞാൻ ബട്ടർ പേപ്പറിൽ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതിൻ്റെ സൈഡിലുള്ള ബട്ടർ പേപ്പറും പിന്നിലുള്ള ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് പ്ലം കേക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൻ്റെ വെയിറ്റ് നോക്കിയപ്പോൾ 790 ഗ്രാം ആയിരുന്നു. അപ്പോൾ നമ്മളെടുക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സിൻ്റെയൊക്കെ വെയിറ്റിനനുസരിച്ച് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വെയിറ്റ് കൂടുതലും കുറവായിട്ട് വരാം.
അപ്പോൾ എൻ്റെ ഈ പ്ലം കേക്കിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻസ് ആയിട്ട് അറിയിക്കാം. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഈ ചാനൽ പുതിയതായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.